ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, ചക്ക മസാല. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും വിളഞ്ഞിട്ടില്ലാത്ത ഒരു ചക്കയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ശേഷം ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ മൂത്ത് പോകാത്ത ചക്ക വേണം എടുക്കുന്നതിനായിട്ട്. ഇടിച്ചക്കയുടെയൊക്കെ പരുവത്തിനുള്ള ആ ഒരു ചക്കയായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റിയാണിത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയെല്ലാം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ആവി കയറുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഇനം ചക്കയാണെങ്കിൽ വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആവി കയറ്റിയ ശേഷം ഇത് അടച്ചു വെച്ചിരുന്നാൽ മതിയാകും. അധികം മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് വേവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അധികം വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് തയ്യാറാക്കി മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് ഓയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഓയിലൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ റെസിപ്പിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പേസ്റ്റായി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മതിയാകും. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ പച്ചമണം എല്ലാം ഒന്ന് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വാടി കിട്ടിയാൽ പോരാ, കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. അധികം വിളയാത്ത ചക്ക നമ്മൾ ഇടിച്ചക്കത്തോരനായിട്ടൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഈ ചക്ക മസാല അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ റെസിപ്പി. ഇപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള മസാലകളൊക്കെ തന്നെയാണ്. ഇതിലേക്ക് ഇറച്ചി മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഇതിലെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഈ തക്കാളി ചേർത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടുന്നതിനായി 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തക്കാളി എല്ലാം ഒന്ന് തവി കൊണ്ടൊക്കെ ഉടച്ച് കൊടുത്ത് നല്ലതായിട്ട് ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കിയെടുത്ത ശേഷം നേരത്തെ ചക്ക ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് കൂടെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലും കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞിട്ടുള്ള ചക്കയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതാവും നല്ലത്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ചക്കകളെല്ലാം തന്നെ ഈ ഒരു പരുവത്തിലും അതിൽ കൂടുതലും വിളഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മസാലയിലേക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ മൂപ്പ് കുറഞ്ഞിട്ടുള്ള ചക്കയാണെങ്കിൽ നമുക്കിതുപോലെ ഈ ചകിണിയുടെ ആ ഒരു പോർഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. അതുമാത്രമല്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റിയുമായിരിക്കും. ഈ ചക്കയും മസാലയും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചക്കയിലേക്ക് ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കറി മസാലയാണ്. ഈ കറി മസാല കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചക്കയുടെ ടേസ്റ്റ് തന്നെ മാറും. വീണ്ടും ഇതെല്ലാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇനി അവസാനമായി ചേർത്ത് കൊടുക്കുന്നത്
കുറച്ച് മല്ലിയില കൂടിയാണ്. അപ്പോൾ ഈ മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഓയിലോ മറ്റൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മല്ലിയിലയുടെ മണമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ റെസിപ്പി. ചക്ക കൊണ്ട് ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ചപ്പാത്തിക്കും ചോറിനുമൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്